ഹായ് നമസ്കാരം. ഈയിടയ്ക്കായിട്ട് നിരവധി ഫ്രണ്ട്സ് എന്നെ കോൺടാക്ട് ചെയ്യണ്ടായി. കുറഞ്ഞ തുകയിൽ അത്യാവശ്യം ഒരു 100 രൂപയൊക്കെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന നല്ല അടിപൊളി മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഒരു മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റിട്ടേൺ കാര്യങ്ങൾ നൽകുന്നുണ്ട്. 100 രൂപ മുതൽ അങ്ങോട്ട് എത്ര പൈസ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. സോ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നിരവധി ഓൺലൈൻ ജോബിനെ കുറിച്ച്, ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച്, എൻ്റെ കോഴ്സുകളെ കുറിച്ച് അനുബന്ധ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. മറക്കാതെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേവലം 2 മ്യൂച്വൽ ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമാണ്. നമുക്ക് ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ ഓഫ്ലൈനിലൂടെയോ ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് നമ്മൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഒരു ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമുക്ക് എടുക്കാനുള്ള ഫണ്ടും ഉണ്ടാവില്ല, വലിയ രീതിയിൽ ബുദ്ധിമുട്ടും ആവും. ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ താരതമ്യേന ഒരു 15 അല്ലെങ്കിൽ 20 വർഷമൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ഹൈ ലെവലിലെ ഗ്രോത്ത് ഉണ്ടാക്കാറുണ്ട്. കാരണം പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടല്ലോ. ആ ഒരു സിസ്റ്റത്തിൻ്റെ ബാക്കിൽ ഓരോ മാസവും നമ്മൾ പുതിയ NAV വാങ്ങിച്ചുകൊണ്ടിരിക്കും. കുറഞ്ഞ രീതിയിലും വാങ്ങിക്കും, കൂടിയ സമയത്തും വാങ്ങിക്കും. അങ്ങനെ NAV വാങ്ങിച്ച് അത് പലിശയുടെ പലിശ കൂട്ടുപലിശ ഇങ്ങനെ കൂടി വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ടായിട്ട് മാറുകയാണ് പൊതുവെ ഈ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു റിട്ടേൺ 30 വർഷമൊക്കെ കഴിയുമ്പോൾ കിട്ടുന്നത്. 15,000 രൂപ വീതം 15 വർഷത്തേക്ക് 15% ഇൻട്രസ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ് ഓൾമോസ്റ്റ് 1 കോടി രൂപയ്ക്ക് മേളിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മളിങ്ങനെ കേട്ടതിന് ശേഷവും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. കുറേ വർഷം കഴിയുമ്പോഴേക്കും ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോയ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺ കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആകസ്മികനായിട്ട് അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അന്ന് ഉണ്ടാവണമെന്ന് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു അവസരമാണ്. ഭാവിയിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ലോങ് ടേം വിഷൻ കണ്ടുകൊണ്ട് ഒരു 15 വർഷം 20 വർഷം 30 വർഷം എന്നുള്ള ഒരു വിഷൻ കണ്ടുകൊണ്ട് ഏതൊരാൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇനി എമൗണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ വേണം ചെയ്യാം, 500 ചെയ്യാം, 1000 ചെയ്യാം, 10,000 ചെയ്യാം, അല്ലെങ്കിൽ 15,000 ചെയ്യാം, 1 ലക്ഷം രൂപയും ചെയ്യണം. എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനും ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാ വീഡിയോകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഏത് ആപ്പാണ് ഏറ്റവും ബെസ്റ്റ്? ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻസ് ഇന്ത്യയിലുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഇത് കാണിച്ചു തരുന്നതും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത് നോക്കുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഗ്രോ ആപ്ലിക്കേഷൻ വഴിയാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്ത വ്യക്തികൾ നേരിട്ട് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിലേക്ക് പോവുക. ബാങ്ക് മാനേജേഴ്സിന് നിങ്ങൾക്ക് എന്തായാലും വിശ്വാസം ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ തിരക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റുമാർ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടാവും. ഒരുപാട് ബ്രോക്കിംഗ് കമ്പനീസ് ഉണ്ട്. അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ പർപ്പസാണ്. അപ്പോൾ ഓഹരി വിപണിയിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിക്ഷേപങ്ങൾ നിറഞ്ഞ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള വീഡിയോ മാത്രം കണ്ടാൽ മതി. ഇത് നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഫൈൻ. അപ്പോൾ നമുക്ക് ആ 2 ഫണ്ടുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. ഒന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് ICC പ്രോവിഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നതാണ്. നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഓൾ ഇയറിലെ ഇതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. 15% റിട്ടേൺ ആണ് ഓൾ ഇയറിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 3 ഇയറിൽ 23%, ലാസ്റ്റ് 5 ഇയറിൽ 12.9% ഒക്കെ റിട്ടേൺ കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ള് നോക്കിക്കഴിഞ്ഞ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഏകദേശം 15% റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഫണ്ടാണ്. 5 സ്റ്റാർ റേറ്റിംഗ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫണ്ടിലേക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. മിനിമം 100 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 100 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് നമ്മൾക്ക് ഒരു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 3,600 രൂപയാണ്. അയാൾക്ക് കിട്ടുന്നത് 4,594 രൂപ. 27% അയാൾക്ക് ഗ്രോത്ത് അയാൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 5 വർഷത്തേക്ക് 54.17 ആണ് പെർസെൻറ്റേജ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം 6,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ 9,250 രൂപ കിട്ടും. ഇത് നിങ്ങൾക്ക് വൺ ടൈം ആയിട്ടോ അല്ലെങ്കിൽ മന്ത്ലി SIP ആയിട്ട് ചെയ്യാം. വൺ ടൈം ആയിട്ട് 100 രൂപ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം 5 വർഷത്തേക്ക്. മന്ത്ലി SIP ആയിട്ട് വേണമെങ്കിൽ ഓരോ മാസം 100 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവരുടെ കയ്യിൽ ഹോൾഡിങ്ങിൽ ICC ബാങ്കിൻ്റെയും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും ലാസൻ ആൻഡ് ടർബോൻ്റെയും കുറേ സ്റ്റോക്സ് ആണ് ഇവരുടെ കയ്യിൽ പ്രധാനമായിട്ടുള്ളത്. ഇവരുടെ ഹോൾഡിങ്സ് നമുക്ക് കാണാം. ഇക്വിറ്റിയിൽ 92.5%, ക്യാഷിൽ 6.9%, ഡെപ്റ്റിൽ 0.6% ആണ് ഇവരുടെ
ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഫണ്ട് മാനേജർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അതർ ഫണ്ടുകളിലാണ് 31.2% ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറിൽ 27.8, കൺസ്ട്രക്ഷൻ മേഖലയിൽ 14.3, ടെക്നോളജിയിൽ 10.8, ഓട്ടോമൊബൈൽ 9.9, എനർജിയിൽ 6 ഇദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ഒന്നുകൂടി ഓർത്തു വെക്കുക, ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നതാണ്. ഇനി നമ്മൾ അടുത്ത ഫണ്ടിലേക്ക് പോവാണ്. ഫണ്ട് നമ്പർ 2 എന്ന് പറയുന്നത് ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഇതിൻ്റെയും അവസ്ഥ ഇതേപോലെ തന്നെയാണ്. ലാസ്റ്റ് 5 ഇയറിൽ നോക്കുമ്പോൾ 16.22%, 1% കൂടുതലാണ് ഈ ഒരു ഫണ്ട് തന്നിട്ടുള്ളത്. 5 വർഷം നോക്കുകയാണെങ്കിൽ 16%, 3 വർഷം നോക്കുകയാണെങ്കിൽ 26.59% ഒക്കെയാണ് ഇതിൻ്റെ റിട്ടേൺ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 സ്റ്റാർ റേറ്റിംഗിലുള്ളൊരു ഫണ്ടാണ്. മിനിമം 100 രൂപ വീതം SIP ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. മന്ത്ലി SIP ആയിട്ടോ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് 5000 രൂപ മിനിമം വേണം. മന്ത്ലി SIP ആയിട്ട് 100 രൂപ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫണ്ടിൻ്റെ പ്രത്യേകത, വൺ ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 5000 രൂപ മിനിമം വേണം. മറ്റേ ഫണ്ടാണെങ്കിൽ 100 രൂപ വീതം വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ മന്ത്ലി SIPയിൽ രണ്ടിലും 100 രൂപ തന്നെയാണ് നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫണ്ടിൽ നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടലി 6000 രൂപ 5 വർഷം കൊണ്ടാവും. നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് 10000 രൂപയാണ്. ഓൾമോസ്റ്റ് 67% നമുക്ക് റിട്ടേൺ 5 വർഷം കൊണ്ട് നമുക്ക് ഇന്ന് കിട്ടുന്നു എന്നതാണ് അഡ്വാൻറ്റേജ്. ഇവരുടെ ഹോൾഡിങ്സിൽ 84 ഹോൾഡിങ്സ് ഉണ്ട്. ICICI ബാങ്കിൻ്റെയും NTPCൻ്റെയും HDFC, മാരുതി സുസുക്കി ഇങ്ങനെയുള്ള കമ്പനീസിൻ്റെയൊക്കെ ഷെയറുകളാണ്, ഇക്വിറ്റി ആണുള്ളത്. ഇക്വിറ്റിയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഹോൾഡിങ്സ് ഇവർ ഉള്ളത്. അത് 57.9% ഉണ്ട്. ക്യാഷിൽ 33.7 ഉണ്ട്. ഡെപ്റ്റിൽ 14% ഉണ്ട്. ഇനി അതിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ ഫിനാൻഷ്യൽ കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, 24.4, അതേഴ്സിൽ 20.8, എനർജിയിൽ 20.1, ഓട്ടോമൊബൈലിൽ 11.2, ഹെൽത്ത് കെയറിൽ 10.1, ടെക്നോളജിയിൽ 8.2, കമ്മ്യൂണിക്കേഷനിൽ 5.2. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതൽ വേരിയസ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഫണ്ട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ ഫണ്ടിനെക്കാളും. അപ്പോൾ രണ്ട് ഫണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. രണ്ടും ഒരേ ലെവലിലാണ് റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 15% ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾക്കിടയിൽ നിരവധി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഒരുപാട് മ്യൂച്വൽ ഫണ്ടുണ്ട്. 100 രൂപയ്ക്ക്, 500 രൂപയ്ക്ക്, 1000 രൂപയ്ക്ക്, 10000 രൂപയ്ക്ക്, എത്ര പൈസക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മിനിമം ഒരു 100 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്കെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ, ആ ഒരു സിസ്റ്റത്തെ മനസ്സിലാക്കുക, അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കുക എന്നതാണ്. 100 രൂപയ്ക്ക് ഇനി കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 100 രൂപ നല്ല രീതിയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻറ്റ് കൂടിയ ആൾക്കാർ ഒരു 500 രൂപ വെച്ച് ചെയ്യുക. ഇനി അതിനെയും നല്ല 500 ഒക്കെ എനിക്ക് വളരെ സില്ലി ആയിട്ടുള്ള എമൗണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു 1000 വെച്ചിട്ട് ചെയ്യുക. അങ്ങനെ ഒരു സ്ഥിരതയുള്ള ഒരു എമൗണ്ട് സ്ഥിരമായിട്ട് ഒരു വർഷം വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതൊരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നമ്മൾ സേവിങ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു, നമ്മൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ഊഹിക്കാൻ. സോ ദാറ്റ് എല്ലാ ആൾക്കാരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബാങ്കിലോ തൊട്ടടുത്തുള്ള ബ്രോക്കേഴ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റുമാരെയോ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടെ ഓർക്കുക, മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാ ആൾക്കാരും ഷെയർ ചെയ്ത് അവർ കൂടി ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ.